ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൻ കറിയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് മട്ടൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ. അപ്പോൾ ഇതിൽ മല്ലി, അതുപോലെ തന്നെ വലിയ ജീരകം, പട്ട, കറയാമ്പ്, പിന്നെ 2 തരം ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഏലക്ക, ഇത് 2 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ സാധാ നമ്മുടെ ഏലക്ക, അതൊരു 4 എണ്ണം. ഇനി ഇതൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. 1 ടീസ്പൂൺ കസ്കസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ കസ്കസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി പച്ചമുളക്, ഒരുണ്ട വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചി എല്ലാം കൂടെ പേസ്റ്റ് ആക്കണം അല്ലേ. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇനി ആദ്യം തന്നെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ജീരകം 1 ടീസ്പൂൺ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി ചേർത്തെടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷം സവാള അടിച്ചത് ചേർക്കുക. സവാള, വെള്ളുള്ളി, ഇഞ്ചി പേസ്റ്റ്, മസാലപ്പൊടി, പൊടിച്ച മസാല ചേർത്ത് നമ്മൾ നേരത്തെ പൊടിച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. സവോള നന്നായിട്ട് വാടിയതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇടട്ടെ. പൊടി നന്നായിട്ട് വാടി വരണം അല്ലേ അമ്മേ? മുളക് പൊടിയുടെ, മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ. ഇതിലേക്ക് തൈര് ചേർക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. അതിനുശേഷം മട്ടൻ കറി. മമ്മി പറഞ്ഞു മല്ലിച്ചീരയും കൂടെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ്. മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഫ്രഷ് ക്രീമും മല്ലിച്ചീരയും കൂടെ ചേർത്ത് കറി ഇറക്കാവുന്നതാണ്. ഇത് ഒരു വെറൈറ്റി കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസങ്ങളിലാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണിത്. Papa,